ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നമ്മളെ ബലപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവിൽ നമ്മെ ആനന്ദ തൈലം കൊണ്ട്, കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായി യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വചനം എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്ഫുടതയോടൊന്ന് വായിച്ചാട്ടെ. മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവന് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആമേൻ. നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നു. തന്നെ നിർമ്മലീകരിക്കും. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുന്നേ എനിക്കെന്താ കിട്ടുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, സ്നേഹമാണ് നമുക്ക് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആദ്യം കിട്ടുന്നത്. ലവ്. See what kind of love the Father has given to us. See what kind of love. ഏത് തരത്തിലുള്ള സ്നേഹമാണ് പിതാവ് നമുക്ക് നൽകിയതെന്ന് നോക്കുവിൻ. കാണുക, ദൈവം തരുന്ന സ്നേഹം കാണുക. See what kind of love. കാൺമീൻ, ഏത് തരത്തിലുള്ള സ്നേഹം. അതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നത്. സീ വാട്ട് കൈൻഡ് ഓഫ് ലവ്. അതിനെ മലയാളത്തിലോട്ട് നമ്മൾ തിരിക്കുമ്പോൾ കാൺമീൻ, അല്ലെങ്കിൽ നോക്കുക, ഏത് തരത്തിലുള്ള സ്നേഹം. ദൈവം തരുന്ന സ്നേഹം കേവലം ഒരു സമാധാനം മാത്രമല്ല. ദൈവം തരുന്ന സ്നേഹം കർത്താവിനെ വിട്ടുപോകാതെ മെല്ലെ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പിടിച്ച് നിർത്താനുള്ളൊരു സ്നേഹമല്ല. ദൈവം തരുന്ന സ്നേഹം നമുക്ക് നൽകുന്ന ഒരു മെമ്പർഷിപ്പാണ്, ഒരു അംഗത്വമാണ്. കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് എന്നെ ദൈവത്തോടും ദൈവരാജ്യത്തോടും ദൈവവാഗ്ദത്വത്തോടും ഒട്ടിച്ച് ചേർക്കാനുള്ള സ്വർഗീയ ശക്തി ആ സ്നേഹത്തിനകത്തുണ്ട്. പല പ്രതിസന്ധികളുണ്ടായിട്ടും നിങ്ങൾ അകന്നു പോകാത്തതിൻ്റെ കാരണവും അകന്നു പോയിട്ട് പിന്നെയും ഒട്ടിച്ചേർന്നതിൻ്റെ കാരണവും ഭൂമിയിൽ ഉള്ളതല്ലാത്ത സ്വർഗീയമായതാകുന്ന മാത്രമുള്ള ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിലേക്ക് പിതാവ് അയച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ രക്തത്തിൽ കലർന്നു. അത് നിങ്ങളുടെ ആത്മാവ് ആസ്വദിച്ചു. അതുകൊണ്ടാണ് അകന്നു പോയിട്ടും പിന്നെയും വന്നതും പിരിഞ്ഞു പോകാൻ കാരണങ്ങൾ പലതുണ്ടായിട്ട് നിങ്ങൾ ഇന്നും അകന്നു പോകാത്തതും. കാൺമീൻ, സീ വാട്ട് കൈൻഡ് ഓഫ് ലവ് Father has given to us. കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. That we should be called children of God. ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെട്ടത് എപ്പോഴാ? ഞാനും നിങ്ങളും പിശാചിൻ്റെ മക്കളായിരുന്നപ്പോഴാ. ശരിയാണോ അല്ലയോ? അന്ന് സാത്താൻ്റെ മക്കളായിരുന്നപ്പോൾ, സാത്താൻ്റെ അംഗത്വം നാം എടുത്തിരുന്നപ്പോൾ, അറിഞ്ഞോ അറിയാതെയോ സാത്താനെയും അവൻ്റെ പ്രവർത്തികളെയും ഫോളോ ചെയ്തപ്പോൾ, അറിഞ്ഞോ അറിയാതെയോ സാത്താൻ്റെ നിയന്ത്രണത്തിനകത്ത് ഞാനും നിങ്ങളുമൊക്കെ കിടന്നപ്പോൾ ഒരു വിളി എനിക്ക് ഭൂമി കുലുക്കം പോലെ, ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് കോളിംഗ്, ഗ്രൗണ്ട് ബ്രേക്കിംഗ് കോളിംഗ്
എൻ്റെ മേൽ വീണതാണ്, നിങ്ങളുടെ മേൽ വീണതാണ്. ഇന്നും ആ കൊമ്പിനോട് കൊമ്പൊട്ടിച്ച് ചേർത്തതുപോലെ പപ്പയോട് നമ്മെ ഒട്ടിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം നിനക്ക് തന്ന ചുമതലകളിൽ ഒന്നെന്താന്ന് ചോദിച്ചാൽ, ഒരു ദൈവവിശ്വാസിയായ നിനക്കുള്ള ചുമതലകളിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കർത്തൃദാസനായിരിക്കുന്ന താങ്കളുടെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ, കർത്തൃദാസിയായിരിക്കുന്ന താങ്കളുടെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്നേഹത്തെ പിടിച്ചു വെക്കുക, ഈ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഈ സ്നേഹത്തിനകത്ത് ശക്തിയുണ്ട്, ഈ സ്നേഹത്തിന്റെ ശുശ്രൂഷയ്ക്കകത്ത് കമ്പാഷൻ ഉണ്ട്, ഈ സ്നേഹത്തിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഡെലിവറൻസ് ഉണ്ട്, ഈ സ്നേഹത്തിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ഈ സ്നേഹത്തോടെയുള്ള സ്പർശനത്തിനകത്ത് വ്യത്യാസമുണ്ട്. ഈ സ്നേഹത്തോടെ ഉള്ളൊരു സ്പർശനം കൊണ്ട് പുരുഷൻ ഒരു സ്ത്രീയെ തൊട്ടാലും സ്ത്രീ ഒരു പുരുഷനെ തൊട്ടാലും വേറെ ഫീലിങ്സ് ഉണ്ടാകത്തില്ല. യേശു എത്രയോ സ്ത്രീകളെ തൊട്ടു, യേശു എത്രയോ സഹോദരിമാരെ തൊട്ടു, വേറെ ഫീലിങ്സ് ഇല്ല. കാരണം ഇത് ഈ സ്പർശനം വേറെയാ. തൊടുമ്പോ തൊടുന്നവനും ഒന്നും തോന്നത്തില്ല, തൊടൽ അനുഭവിച്ചവനും ഒന്നും തോന്നത്തില്ല. കാരണം തന്നിരിക്കുന്ന സ്നേഹം പ്യുവറാണ്, വേറെ ചൊവയില്ല അതിനകത്ത്. കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഓ മൈ ഗോഡ്, ഞാനപ്പോ ഒരു സഭയിൽ നിൽക്കുന്നത് ഈ സ്നേഹത്തിന്റെ അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ്. ഞാനപ്പോ ഒരു ലീഡറായി നിൽക്കുന്നത് ഈ സ്നേഹത്തിന്റെ അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ്. ഇത് ചുമ്മാ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചല്ലോട്ടെ ഈ പറയുന്നത്. ഈ സ്നേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഭയങ്കര വ്യത്യാസമാണ്. പൊന്നിനെ എടുത്ത് തീയിലിട്ടാലും തീ എടുത്ത് പൊന്നിന്റെ പുറത്തിട്ടാലും പൊന്ന് പൊന്ന് തന്നെയല്ലേ എന്നതുപോലെ, റോൾഡ് ഗോൾഡ് എടുത്ത് നിങ്ങളൊന്ന് കെമിക്കലിലിട്ടെ, പ്യൂരിറ്റി പരിശോധിക്കുക, ഒന്ന് കെമിക്കലിലിട്ടെ, കുറച്ചുമേ കരിഞ്ഞ് കരിക്കട്ട പോലെ കയ്യിൽ വരുന്നത് കാണാം, അല്ലെങ്കിൽ അതിനകത്തുള്ള ചെമ്പ് പുറത്തു വരുന്നത് കാണാം. അതെന്താ? കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്തപ്പം തനി പുറത്തു വന്നു, ഒറിജിനൽ സാധനം പുറത്തു വന്നു. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഈ പൊന്നിനെ എടുത്ത് നിങ്ങൾ കെമിക്കലിലിട്ടെ, എത്ര കിട്ടാലും കെമിക്കൽ ഫാക്ടറി മുഴുവൻ കൊണ്ട് ഇതിന്റെ പുറത്ത് കമഴ്ത്തിയാലും പൊന്ന് പൊന്ന് തന്നെ. അപ്പന്റെ സ്നേഹം അനുഭവിച്ചാണ് നിങ്ങൾ ശുശ്രൂഷയിൽ വന്നതെങ്കിൽ, അപ്പന്റെ സ്നേഹം അനുഭവിച്ചാണ് നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കുന്നതെങ്കിൽ, വാഗ്ദത്തം മാത്രം കേട്ടല്ല, വാഗ്ദത്തം ചെയ്തവനെ കൂടെ കണ്ടും അറിഞ്ഞുമാണ് നിങ്ങൾ ഈ അനുഭവത്തിൽ നിൽക്കുന്നതെങ്കിൽ, നിനക്കും അനുഭവം ഉണ്ടാകും, നിന്റെ കൂടെ വരുന്നവനും അനുഭവം ഉണ്ടാവും. ഹല്ലേലൂയ. നിനക്കും അനുഭവം ഉണ്ടാവും, നിന്റെ വീട്ടിൽ കൂടെ നിൽക്കുന്നവർക്കും അനുഭവം ഉണ്ടാവും. ഹല്ലേലൂയ. കാരണം നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. കാൺമീൻ എന്ന് പറയുമ്പോൾ എവിടം കൊണ്ടാണ് കാണാൻ പറ്റുക? എനിക്ക് പിതാവ് സ്നേഹം തന്നോ എന്ന് എൻ്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കാണാൻ മേല. ഈ കാഴ്ച ഇതൊരു റെവലേഷനാണ്, ഇതൊരു ഉൾക്കാഴ്ചയാണ്, ഇത് ഞാൻ കണ്ടുകൊണ്ട് അറിയേണ്ട ഒന്നാണ്. ഞാൻ നിങ്ങൾക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ കാണാൻ പറ്റുമോ? ദൈവസാന്നിധ്യം അനുഭവിക്കും, കാണാൻ പറ്റും. ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്നിരുന്നാലും നമുക്ക് ദൈവസാന്നിധ്യത്തെ നമുക്ക് കാണാനും നമുക്കറിയാനും, ദൈവസാന്നിധ്യം വരുമ്പോഴുള്ള എൻ്റെ അവസ്ഥകളെ എനിക്ക് കാണാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഇതറിയാത്തവർ പറയും പുതുവീഞ്ഞു കുടിച്ചെന്ന്, ഇതറിയാത്തവർ പറയും ഇത് വേറെ എന്തൊക്കെയോ സംഭവമാണെന്ന്, ഹാലൂസിനേഷൻ ആണെന്നൊക്കെ പറഞ്ഞു കളയും. ഇതൊന്നും ഈ ഹാലൂസിനേഷൻ ആണെന്ന് പറയുന്നവർക്കൊന്നും നമുക്ക് കൊണ്ട് തട്ടിക്കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ ഈ വേർഡ് വായിച്ച ഇത് അവരോട് സംസാരിക്കുന്നതാണ്. See what kind of love the Father has given to us. ഇത് അവർ വായിച്ച ഇത് അവർക്കും ഉള്ളതാണ്, പക്ഷെ അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ സ്നേഹം അറിഞ്ഞല്ലോ. ഈ സ്നേഹവും കൊണ്ട് വേദനയ്ക്കകത്ത് നിൽക്കാനല്ല കർത്താവ് പഠിപ്പിക്കുന്നത്, ഈ സ്നേഹത്തിനകത്തുള്ള അതോറിറ്റിയെ യൂസ് ചെയ്യാനാണ് ദൈവം പറയുന്നത്. ഈ സ്നേഹത്തിനകത്ത് അതോറിറ്റി ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോൾ ദൈവ മക്കളാകുവാൻ എന്ന് പറയുമ്പോൾ ഞാൻ അല്ലാതിരുന്ന ഒരു സന്ദർഭവും സമയവും കാലവും എനിക്കുണ്ട്. നിങ്ങൾ ജാതികളായിരുന്നൊരു കാലമുണ്ട്, നിങ്ങൾ ദൈവകൃപ അറിയാത്തൊരു കാലമുണ്ട്, നിങ്ങൾ ദൈവസ്നേഹം അറിയാത്തൊരു കാലമുണ്ട്, ദൈവശക്തി അനുഭവിക്കാത്തൊരു കാലമുണ്ട്, ദൈവത്തെ ഭയമില്ലാത്തൊരു കാലമുണ്ട്, ബൈബിൾ വീട്ടിലുണ്ടെങ്കിൽ തുറന്നു നോക്കാത്തൊരു കാലമുണ്ട്.
പാസ്റ്റർമാരുണ്ടെങ്കിലും അവരെ സ്നേഹിക്കാത്തൊരു കാലമുണ്ട്. പക്ഷെ ആ കാലത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ കാലം വരെയുള്ള ഒരു ഭയങ്കര അന്തരമുണ്ടല്ലോ. അവിടുന്ന് ദൈവം നിന്നെ വിളിച്ചേ, അവിടുന്ന് ദൈവം നിന്നെ വിളിച്ചേ, അവിടുന്ന് ദൈവം നിന്നെ വിളിച്ചേ. ഹല്ലേലൂയ. എന്തിന് ദൈവം വിളിച്ചു? നിനക്കൊരു ബോധ്യം തരാൻ. എന്തിന് കർത്താവ് വിളിച്ചു? നിങ്ങൾക്കൊരു തിരിച്ചറിവ് തരാൻ. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്നു, തമ്പുരാൻ നിന്നെ വിളിച്ചതിൻ്റെ പിന്നിൽ പദ്ധതി ഉണ്ടെന്ന് പറയാനല്ല, തമ്പുരാൻ നിന്നെ വിളിച്ചതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് പറയാനല്ല, തമ്പുരാൻ നിന്നെ വിളിച്ചതിനകത്ത് നീ അനുഭവിക്കുന്നൊരു സ്നേഹമുണ്ടെങ്കിൽ, അനുദിനം വചനം ദൈവം നിന്നോടാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു അനുഭവം ഉണ്ടെങ്കിൽ, ഈ സ്നേഹത്തിനകത്ത് നിനക്ക് ചില ചുമതലകളും ഈ സ്നേഹത്തിനകത്ത് നിനക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു അതോറിറ്റിയുമുണ്ട്. എന്താണ് ആ അതോറിറ്റി? ദൈവ മക്കൾ എന്നുള്ള അതോറിറ്റി. യേശു ശിഷ്യന്മാരെ അഭിഷേകം ചെയ്ത് അയച്ചപ്പോൾ, അല്ലെങ്കിൽ യേശു ശിഷ്യന്മാരെ ഓർഡർ ചെയ്ത് അയച്ചപ്പോൾ, യേശു അവരുടെ കയ്യിൽ ഒരു മുദ്ര കൊടുത്തു. എന്താണത്? എൻ്റെ നാമത്തിൽ, എൻ്റെ നാമത്തിൽ, എൻ്റെ നാമത്തിൽ. എൻ്റെ മകളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഫാദറിൻ്റെ പേര് എഴുതാൻ ഉള്ള സ്പേസിൽ അവൾക്ക് ഫാദേഴ്സിൻ്റെ പേര് എഴുതാൻ പറ്റത്തില്ല, അവൾക്ക് എൻ്റെ പേര് എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം ഞാനാണ് അവളുടെ അപ്പൻ. അവൾക്ക് ബോധമുണ്ട് ഞാനാണ് അവളുടെ അപ്പനെന്ന്. അവൾ അതുകൊണ്ട് ഫാദറിൻ്റെ നെയിമിൻ്റെ അവിടെ മദറിൻ്റെ പേര് എഴുതത്തില്ല, മദറിൻ്റെ നെയിമിൻ്റെ അവിടെ ഫാദറിൻ്റെ പേര് എഴുതത്തില്ല, അവൾ എൻ്റെ പേരേ എഴുതത്തുള്ളൂ. എന്നതുപോലെ നിന്റെ അപ്പൻ്റെ പേര് എന്താണെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾക്ക് 10 വട്ടം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ അപ്പൻ്റെ പേര് ദീപു എന്നാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. എന്തുകൊണ്ടാണത്? അവളെ തിരിച്ചറിയുമാർ ഒരു ബന്ധവും അവളെ അറിയുമാറാക്കിയ ഒരു സമയവും എനിക്കും അവൾക്കും ഇടയിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനും ദൈവം ആരെന്ന് നിന്നെ മനസ്സിലാക്കി തരാനും, എന്താണ് ദൈവമെന്നും ദൈവത്വം എന്താണെന്നും ദൈവമഹത്വം എന്താണെന്നും നീ ഒന്ന് കൺവിൻസ്ഡ് ആകാൻ വേണ്ടി എടുത്ത ഒരു സമയമുണ്ട്. വെറുതെ ദൈവം ഓടിക്കേറി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് ഞാനാണ് സൃഷ്ടാവ്, ഞാനാണ് ഏക സത്യ ദൈവം എന്ന് പറഞ്ഞ ആരുടെയും ജീവിതത്തിൽ കർത്താവ് വന്നിട്ടില്ല. ദൈവം ഇത് തന്നെ, ഇതാണ് ദൈവം, ഇതാണ് ദൈവമക്കൾ, ഇതാണ് ദൈവമുള്ളവന്റെ പ്രത്യേകതയെന്ന് ദൈവം നിന്നെ അറിയിക്കാൻ, കർത്താവ് നിന്നെ അറിയിക്കാൻ എടുത്തൊരു സമയമുണ്ട്. ഇനി നിനക്ക് ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്ന് ചോദിച്ചാലും പറയാൻ പറ്റും, എൻ്റെ ദൈവം സ്വർഗത്തിൽ തന്നെ, മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു എൻ്റെ അകത്തിരിക്കും. എങ്ങനെ ഇത് പറയാൻ പറ്റിയേ? 10 വട്ടം ചിന്തിക്കാതെ, 10 മിനിറ്റ് ചിന്തിക്കാതെ, 10 ദിവസം ചിന്തിക്കാതെ, എന്തിൻ്റെ മധ്യത്തിലും അറിഞ്ഞോ അറിയാതെയോ നിന്റെ നാവിൻ തുമ്പിൽ അയ്യോ കർത്താവേ, അയ്യോ ദൈവമേ, എൻ്റെ യേശുവേ എന്നൊക്കെ നിങ്ങളുടെ വായിൽ വരാനുള്ള കാരണം എന്താ? നീ നുറുങ്ങിയ സന്ദർഭങ്ങളിലും നീറിയ സന്ദർഭങ്ങളിലും കത്തി എരിഞ്ഞുകൊണ്ടിരുന്ന സമയങ്ങളിലും ദൈവം ആരെന്ന് ദൈവം നിന്നെ പഠിപ്പിക്കാൻ എടുത്തൊരു ടൈം പീരീഡ് ഉണ്ട്. ആ സമയത്തിനകത്ത് നമുക്ക് നഷ്ടം തോന്നും, പക്ഷെ ദൈവം നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സന്ദർഭങ്ങളാണ് അതൊക്കെ. ദൈവ മക്കൾ എന്ന് ഇന്ന് നിങ്ങൾ ആത്മാർത്ഥതയോടെയും ചങ്കൂറ്റത്തോടെയും നെഞ്ച് നിവർന്നു നിന്നും ഊറ്റം കൊണ്ടും പറയുന്നു എന്നുണ്ടെങ്കിൽ, ആ ഒരു കപ്പാസിറ്റി നിങ്ങളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ എൻ്റെ പപ്പ പണി പാടുപെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കൾ, എൻ്റെ മകൾ അപ്പൻ്റെ പേര് ചോദിക്കുമ്പോൾ 10 മിനിറ്റ് ചിന്തിക്കാത്തത് ഞാൻ അവളുടേതാണ് എന്ന് അവൾക്ക് മനസ്സിലാകത്തക്ക ഒത്തിരി സമയങ്ങളും ദിവസങ്ങളും വർഷങ്ങളും സന്ദർഭങ്ങളും ഉള്ളതുകൊണ്ട്. അതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലും. അവൾ ജനിച്ച് ഭൂമിയിലേക്ക് വന്ന ഉടൻ ഞാൻ അവളെ മോളെ എന്നൊക്കെ വിളിച്ചു, കുക്കുടു എന്ന് വിളിച്ചു, ചക്കരയെന്ന് വിളിച്ചു, കവിളത്ത് ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ് അവൾക്ക് മനസ്സിലായില്ല ഞാൻ അവളുടെ അപ്പനാണെന്ന്. മനസ്സിലായോ? മനസ്സിലായില്ല. ആദ്യത്തെ മാസവും മനസ്സിലായില്ല, 2ാമത്തെ മാസവും അതിന് മനസ്സിലായില്ല. എപ്പോഴോ ഏതോ സന്ദർഭത്തിൽ അവളിൽ നിന്ന് മാറിപ്പോകാത്ത ഒരു പിതാവ്, അവൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപേയും അവൾ ഉണർന്നതിന് ശേഷവും അവളുടെ മുമ്പിലിരിക്കുന്ന പിതാവ്, എവിടെ പോയാലും കൂടെ വരുന്ന ഒരു മനുഷ്യൻ, അവളെ കൂടെ എടുക്കുന്ന ഒരു മനുഷ്യൻ, അവളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അവളെ ലാളിക്കുന്ന ഒരു മനുഷ്യൻ, അവൾക്ക് വസ്ത്രം മാറ്റിക്കൊടുക്കുന്ന ഒരു മനുഷ്യൻ,
അങ്ങനെയാണ് എൻ്റെ മോൾ എന്നെ തിരിച്ചറിഞ്ഞത്, ഈ മനുഷ്യന് എൻ്റെ ജീവിതത്തിൽ എന്തോ സ്ഥാനമുണ്ട്. അപ്പോഴും മനസ്സിലായില്ല അപ്പനാണെന്ന്. പിന്നെ മെല്ലെ 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 അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തു, ഞാൻ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്തു. ശേഷം അവളുടെ കണ്ണുകൾ എന്നിലേക്ക് നോക്കുന്നത് ഒരു അപരിചിതനെ പോലെയല്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, മോളെ, മോനെ, അനുജ, ജ്യേഷ്ഠ, പിതാവേ, മാതാവേ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് ആദ്യമേ വന്ന് അങ്ങനെ നിന്നെങ്കിൽ നമ്മളാരും കർത്താവിനെ കൈക്കൊള്ളത്തില്ല. കർത്താവ് തിരുവെഴുത്തും കൊണ്ട് ജനത്തിന്റെ മുമ്പിൽ ഇറങ്ങി. എല്ലാവരും യേശുവിനെ കൈക്കൊണ്ടോ? ഇല്ല. കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സോ ശിഷ്യന്മാരെ യേശു അയച്ചപ്പോഴും എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുക. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തോടുകൂടെയാണ് അവരെ അയക്കുന്നത്. ദൈവം നിങ്ങളെ വിളിച്ചു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്നേഹം നൽകിയെന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്. നിങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കും തോറും നിങ്ങളത് എക്സർസൈസ് ചെയ്യുന്നതോടും ആ അതോറിറ്റി വർദ്ധിക്കും. ഇന്ന് നിന്നെ പ്രശ്നം മുക്കുമ്പോഴും, തീ നിന്നെ ദഹിപ്പിക്കുമ്പോഴും, വെള്ളം നിന്നെ ശ്വാസം മുട്ടിക്കുമ്പോഴും, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിലൊരു കാര്യം പറയുക, ഇത് ഇന്നും ഇന്നലെയൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന വെള്ളവും തീയും ശ്വാസം മുട്ടലൊന്നും അല്ല. നിങ്ങൾ ഈ കർത്താവിനെ അറിയുന്നതിന് മുൻപെയോ, ഒരുപക്ഷെ അറിയേണ്ടതുപോലെ അറിയുന്നതിന് മുൻപെയോ ഒക്കെ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്നൊക്കെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള വഴിവെട്ടുന്ന സന്ദർഭങ്ങളായിരുന്നു. സാത്താൻ അങ്ങനെ ബ്ലൈൻഡാക്കി കളഞ്ഞു ഹ്യൂമൻ സ്പിരിറ്റിനെ. ഒരു ഹ്യൂമൻ ക്രിയേഷനെ സാത്താൻ ബ്ലൈൻഡാക്കി കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ കയറിയ പഴയ പാമ്പ് ഹ്യൂമൻ സ്പിരിറ്റിനെ ബ്ലൈൻഡാക്കി കളഞ്ഞു. ഹല്ലേലൂയ. കർത്താവിനെ തിരിച്ചറിയാൻ പറ്റാണ്ടായി, ദൈവത്തെയും ദൈവശബ്ദവും തിരിച്ചറിയാൻ പറ്റാണ്ടായി. അതോടെ ജനം വഞ്ചിക്കപ്പെടാൻ തുടങ്ങി. വ്യാജ പ്രവചനങ്ങൾക്കകത്ത് ജനം വഞ്ചിക്കപ്പെടാൻ തുടങ്ങി. വ്യാജ ശുശ്രൂഷകൾക്കകത്ത് ജനം വഞ്ചിക്കപ്പെടാൻ തുടങ്ങി. അന്യ അഗ്നിക്കകത്ത് ജനം ഇന്നും വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങുന്ന അഗ്നി, ആ അഗ്നി നിന്റെ വീട്ടിൽ ഇറങ്ങും. നീ ദൈവ മക്കളാണ്, ദൈവ മകനാണ്, ദൈവ മകളാണെന്നുള്ള ബോധ്യമുണ്ട്. ആ തീ നിന്റെ വീട്ടിൽ ഇറങ്ങാം. നിന്നെ ദഹിപ്പിക്കാനല്ല, നിന്നെ ദഹിപ്പിക്കുന്നതിനെ അമർച്ച ചെയ്യാനാണ്. യേശുവിന്റെ പറഞ്ഞേ, ഞാൻ ദൈവ മകനാണ്, ഞാൻ ദൈവ മകളാണ്, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവ മക്കൾ, ദൈവ മകൻ എന്നുള്ള ഒരു വിളി എനിക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് അഡ്രസ്സായി. ഇന്ന് അനാഥത്വം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് ആത്മീയ അനാഥത്വം അനുഭവിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. ജീവിതത്തിൽ അങ്ങനെ അനുഭവിക്കുന്നവരുണ്ട്. ആരും ഒരു തുണയില്ലാതെ, വേദന പങ്കുവെക്കാനില്ലാതെ, ഒന്ന് പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാനില്ലാതെ, ഒന്ന് സ്നേഹിക്കാനില്ലാതെ, തലോടാനില്ലാതെ, വിഷമം പങ്കുവെക്കാനില്ലാതെ, ഒരു നല്ല ഫ്രണ്ട് ഇല്ലാതെ, ഒരു നല്ല അപ്പനില്ലാതെ, ഒരു നല്ല ഭർത്താവില്ലാതെ, ഒരു നല്ല അമ്മയില്ലാതെ അനാഥരെ പോലെ കഴിയുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. ദൈവത്തെ അറിയാത്തവരുമുണ്ട് ആ അനുഭവത്തിൽ ജീവിക്കുന്ന. ഹല്ലേലൂയ. ഈശ്വരവാദികളും നിരീശ്വരവാദികളും ഉണ്ട് ആ അനുഭവത്തിൽ കഴിയുന്ന. പക്ഷെ എന്നെ ദൈവം വിളിച്ചത് ഈ അനാഥത്വത്തിനകത്ത് നിന്നാണ്. ഹല്ലേലൂയ. ദൈവ മക്കൾ എന്നൊരു പദവി. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളൊരു പക്ഷേ അങ്ങനത്തെ അനുഭവത്തിൽ കടന്നു പോവുകയാണെങ്കിൽ, ഞാൻ ഇന്ന് ഈ ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവാത്മ നിയോഗത്തോടെ പറയട്ടെ, നിങ്ങൾ ഒറ്റയല്ല. ദൈവമക്കൾ എന്ന പദവി അവനിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. നമ്മുടെ രോഗം മാറിയോ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിയോ, നമുക്ക് വീടായോ കാറായോ, പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ, കാണാതെ പോയവരെ പിന്നെ കിട്ടിയോ, ഇതിൻ്റെ വെളിച്ചത്തിൽ മാത്രമല്ല നമ്മൾ ദൈവമക്കളാണോ അല്ലയോ, ദൈവത്തിന് എന്നെ വേണമോ വേണ്ടായോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇതൊക്കെ സ്പിരിറ്റിന്റെ പ്രവൃത്തിയാണ്, ദുരാത്മാവിന്റെ പ്രവൃത്തിയാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, അപ്പോൾ ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല. നോ. ഹല്ലേലൂയ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. എന്നോട് കർത്താവ് നിന്നോട് പറയാ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. God is love.
ദൈവം സ്നേഹം തന്നെ എന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് എന്തോ മറ്റൊന്ന് പറയാനുള്ളത്? ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നീ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നെ തൊടണമെന്ന് പറയുമ്പോൾ നീ ആ സ്പർശനം അനുഭവിക്കുന്നത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് സ്വർഗീയ ഭാഷ നിന്റെ നാവിൽ കർത്താവ് തന്നിരിക്കുന്നത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. നിന്നെ സ്നേഹിച്ചവർ തള്ളി പറഞ്ഞതിന് ശേഷം ആ വേദനയോടെ പോയിരുന്ന് പ്രാർത്ഥിച്ചെഴുന്നേറ്റപ്പോ നിനക്കൊരാശ്വാസം ലഭിച്ചത്. പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അതിന്റെ 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിക്കേ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. ദൈവമക്കൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പാമ്പിന്റെ സ്വഭാവം കാണിക്കരുത്. ദൈവമക്കൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ചാത്തൻ സ്വഭാവം കാണിക്കല്ല. ദൈവ മക്കളാണെങ്കിൽ ആ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ദൈവമക്കളാണെങ്കിൽ ആ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. കാരണം ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി കയറുന്നില്ല, കാരണം സമയം ഒത്തിരി കഴിഞ്ഞു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം എന്നാണെന്നറിയാവോ? ദൈവത്തിന്റെ ഇഷ്ടം നീ സുവിശേഷം പറയുന്ന മാത്രമൊന്നുമല്ല, നീ ദൈവദാസന് ദൈവദാസിയാകുന്ന മാത്രമൊന്നുമല്ല, നീ കൃപാവരപ്രാപ്തനാകുന്നതൊന്നും. ഇതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവം ഹോളിനെസ്സിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദൈവം ശുദ്ധീകരണത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കർത്താവിന്റെ ലേബൽ ഒട്ടിച്ചിട്ട് ചാത്തന്റെ സ്വഭാവം കാണിക്കല്ല. ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. എൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. പക്ഷേ ഞാനിപ്പോൾ അതിലേക്ക് കയറുന്നില്ല. ഞാൻ ഈ സഭയിൽ എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിനെ സ്നേഹിക്കുന്ന, ഇതിലത്തെ മെസ്സേജുകൾ കേൾക്കുന്ന, ഈ കൂട്ടായ്മയെ ഇഷ്ടപ്പെടുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മളെ ദൈവം വിളിച്ചത് വിശുദ്ധീകരണത്തിനാണ്. നമ്മളെ ഓരോ സന്ദേശവും കർത്താവ് കേൾപ്പിക്കുന്നത് ശുദ്ധീകരിക്കാൻ. അതിന് നല്ലൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ, 3 മാസം എടുക്കാതെയും അടിച്ചുവാരാതെയും ഇരുന്നൊരു വീടിനകത്ത് 3 മാസം എടുക്കാതെയും അടിച്ചുവാരാതെയും ഇരുന്നൊരു വീടിനകത്ത് ഇരുന്ന ഒരു പ്ലേറ്റിൽ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഇട്ട് തന്നാൽ നിങ്ങൾ കഴിക്കുമോ? കഴിക്കത്തില്ല എന്നല്ല നമുക്കത് പറയാൻ പറ്റും. നമുക്കത് എടുക്കാൻ കൊള്ളത്തില്ല പാസ്റ്ററെ, നമുക്കത് എടുക്കാൻ കൊള്ളത്തില്ല. എത്ര വിലയുള്ള ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ സാധനം അതിനകത്ത് ഇട്ടു എന്ന് പറഞ്ഞാലും നമുക്കത് എടുക്കാൻ കൊള്ളാം. അതെന്നാ, അത് വിളമ്പിയ പാത്രം കൊള്ളത്തില്ല. അത് വിളമ്പിയ പാത്രം മോനെ, ഞാനെന്ന പാത്രം കൊള്ളാതെ കർത്താവിന് എന്തൊക്കെ എൻ്റെ മേൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. ശുശ്രൂഷ ചെയ്യുന്നത് ഞാനായിരിക്കും, പ്രസംഗിക്കുന്നത് ഞാനായിരിക്കും. ആ ശുശ്രൂഷ നിങ്ങൾ അനുഭവിക്കണോ വേണ്ടെന്ന് ദൈവം തീരുമാനിക്കും. കാരണം എന്നാ, നല്ലതല്ലാത്തതിൽ നിന്ന് ഒരെണ്ണം പുറപ്പെട്ടാൽ അത് എടുക്കുന്നവന് ആ അവസ്ഥയിലായിപ്പോകും. അപ്പൊ ദൈവം വിശ്വസ്തനായതുകൊണ്ട്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശുദ്ധീകരണമോ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ കർത്താവോട് പറയാ, നിങ്ങൾക്ക് ഞാൻ സ്നേഹം തന്നു, നിങ്ങൾക്ക് ഞാൻ സ്നേഹം തന്നു, നിങ്ങൾക്ക് ഞാൻ ഒരു പദവി തന്നു. എന്തുവാ പദവി? ദൈവമക്കൾ എന്ന പദവി തന്നു. സോ ഞാനായിരിക്കുന്നത് പോലെ ഇനി നീ ആയിരിക്കണം. ഞാൻ ആത്മാവിലൊരു ദൂത് പറയട്ടെ. പിടിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ആമേൻ പറയാൻ പറ്റുമെങ്കിൽ, ക്യാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാച്ച് ചെയ്തു. എന്തായാലും ഞാൻ ക്യാച്ച് ചെയ്യും. ഞാനൊരു ദൂത് പറയട്ടെ. ഒന്നുമല്ലാതെ ഇരുന്ന ഒരനുഭവത്തിൽ കർത്താവ് എന്നെ സ്നേഹിച്ചു എന്ന് ഈ അധ്യായം പറഞ്ഞു. ആ സ്നേഹം എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ, ആ സ്നേഹത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തപ്പോൾ, ദൈവമക്കൾ, ദൈവമകൻ, ദൈവമകൾ എന്നൊരു പദവി എനിക്ക് തന്നേ. അപ്പൊ ഞാൻ ആരായി? ഇനി പിതാവുള്ളൊരു മനുഷ്യനായി, ഒരു മകനായി, ഒരു കുടുംബത്തിന്റെ അംഗമായി, ദൈവമക്കളായി. ദൈവമക്കൾ ആയിക്കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ സ്നേഹവും എന്നിലുണ്ട്, ദൈവവും എന്നിലുണ്ട്. ദൈവമകൻ എന്നുള്ളൊരു പേരും എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്.
എനിക്കൊരു ഐഡന്റിറ്റി വന്നതോടെ കർത്താവ് പറയുകയാണ്, നിന്റെ അവസ്ഥയെ നീ മാറ്റണം, നിന്റെ അവസ്ഥയെ നീ മാറ്റണം. അതാ പറഞ്ഞത്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് അവിടെ എഴുതിയത്. നമ്മെ തന്നെ നിർമ്മലീകരിക്കണം. ആൻഡ് എവരിവൺ ഹൂ ദസ് ഹോപ്പ് ഇൻ ഹിം പ്യൂരിഫൈസ് ഹിംസെൽഫ് ആസ് ഹി ഈസ് പ്യുവർ. കർത്താവ് പ്യുവർ ആയിരിക്കുന്നത് പോലെ നീ നിന്റെ അവസ്ഥയെ മാറ്റണം. അർത്ഥം ഞാൻ ഒന്നും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി നിങ്ങളിലേക്ക് ഞാൻ ഇടുകയാണ് എന്ന് പറഞ്ഞാൽ, ഒരുവൻ ദൈവസ്നേഹത്തിനകത്തായാൽ, ഒരുവൻ ദൈവമകനായാൽ, ഒരുവൻ ദൈവമുള്ള കുടുംബമായാൽ, അവന്റെ പഴയ അവസ്ഥയിൽ നിന്ന് അവനായിരിക്കുന്നത് പോലെ പുതിയ ഒരവസ്ഥയിലേക്ക്, അവനായിരുന്ന പഴയ അനുഭവത്തിൽ നിന്ന് പുതിയ രൂപത്തിലേക്കും പുതിയ ഭാവത്തിലേക്കും പുതിയ രാജ്യത്തിലേക്കും പ്രവേശിച്ചതുപോലെ, യേശുക്രിസ്തു ആയിരുന്ന കല്ലറയുടെ അനുഭവത്തിൽ നിന്ന്, മരണത്തിന്റെ അനുഭവത്തിൽ നിന്ന് കെട്ടഴിഞ്ഞ് രൂപാന്തരം പ്രാപിച്ച സ്വർഗം പിടിച്ചതുപോലെ, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് പോലെ, ഇന്നും അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ, ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ഏത് കല്ലറയുടെ അനുഭവത്തിലായാലും, എത്ര നാറ്റം വെച്ച അനുഭവത്തിനകത്തായാലും, ദൈവസ്നേഹം കിട്ടിയതുകൊണ്ട്, ദൈവമകനും മകളുമാകാൻ അവകാശം കിട്ടിയതുകൊണ്ട് പഴയ അവസ്ഥയിൽ നിന്ന് പൊട്ടി പുറത്തു വരും. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. അവനായിരിക്കുന്നത് പോലെ അവൻ കല്ലറയിലല്ല, അവനായിരിക്കുന്നത് പോലെ അവൻ പാപിയല്ല, അവനായിരിക്കുന്നത് പോലെ അവൻ ബന്ധനസ്ഥനല്ല, അവനായിരിക്കുന്നത് പോലെ അവൻ ഭൂതബാധിതനല്ല, അവനായിരിക്കുന്നത് പോലെ അവൻ മരണത്തിന് പരാജയപ്പെട്ടവനല്ല, അവനായിരിക്കുന്നത് പോലെ അവനെ ഭൂതങ്ങൾ ഓടിക്കുന്നവനല്ല, അവനായിരിക്കുന്നത് പോലെ അവൻ അധികാരമുള്ളവനാണ്, അവൻ വിശുദ്ധനാണ്, അവൻ തേജോന്മയനാണ്, അവൻ വെള്ളോട്ടിന് സദൃശമായ കാലുകളുള്ളവനാണ്, അവൻ തീപ്പന്തം പോലെ, അവൻ കാഹളനാദം പോലെ ജ്വലിക്കുന്ന ശബ്ദമുള്ളവനാണ്. അവൻ എങ്ങനെയായിരിക്കുന്നു, ആ അനുഭവത്തിലേക്ക് എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഡൈനാമിക് പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് വിശ്വസിക്കുന്നവനെ തൊടട്ടെ. ഓ മൈറ്റി നെയിം ഓഫ് ജീസസ്. എന്നെ ആക്കുന്ന ദൈവസ്നേഹം, ഞാൻ ആകേണ്ടതുപോലെ എന്നെ ആക്കുന്ന ദൈവസ്നേഹം. ഹല്ലേലൂയ. ഞാനാകേണ്ടതുപോലെ എന്നെ ആക്കുന്ന ദൈവസ്നേഹം. ഒരൊറ്റ ശിഷ്യന്മാരെ കർത്താവ് ബൈബിൾ കോളേജിൽ വിട്ടില്ല. ഒറ്റ ശിഷ്യന്മാരെ ബൈബിൾ കോളേജിൽ വിട്ടില്ല. പിന്നെ അവരൊക്കെ ബൈബിൾ പണ്ഡിതന്മാരെങ്ങനെയായി? കർത്താവിന്റെ സ്നേഹം കൊടുത്തു, കർത്താവിന്റെ സ്നേഹം കൊടുത്തു, ശക്തി കൊടുത്തു, പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതിനേക്കാൾ തീയായി മാറി. എങ്ങനെയാ? സ്നേഹം കിട്ടിയപ്പോ, ദൈവമകനായപ്പോ അവനായതുപോലായി. ഇതാർക്കോ ഉള്ള ദൂത. പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശായുടെ അടുത്ത് വന്നു. കടം കൊണ്ട് നിവർത്തിയില്ല. വീട്ടിലാണെങ്കിൽ ഇനി എടുക്കാൻ ഇനി ഒന്നുമില്ല, കാരണം കടക്കാരെല്ലാം എടുത്തോണ്ട് പോയി. കുറേയൊക്കെ ഇവള് വിറ്റ് കടം തീർത്തു. ഇനി കടക്കാർ വന്നാൽ എടുക്കാൻ ഇവളുടെ മക്കൾ ഇവളും മാത്രമേ ഉള്ളൂ. അതവൾക്ക് താങ്ങത്തില്ല. അതുകൊണ്ട് പ്രവാചകനെ കാണാൻ പോയി. പ്രവാചകൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എണ്ണ നഷ്ടപ്പെട്ടാൽ, എന്തൊക്കെ ഉണ്ടെങ്കിലും എണ്ണ നഷ്ടപ്പെടാൻ. എൻ്റെ ചോദ്യം ഇതാ, ആ നാട്ടിൽ ഈ സ്ത്രീ മാത്രമേ എണ്ണ ഉപയോഗിക്കത്തുള്ളൂ, വേറെ ആരും എണ്ണ ഉപയോഗിക്കത്തില്ലേ? ഒരു എണ്ണ, അതിപ്പോൾ ഒലിവെണ്ണയാണെങ്കിലും ഇനിയിപ്പോൾ തേങ്ങയിൽ നിന്ന് കിട്ടുന്ന എണ്ണയാണെങ്കിലും എണ്ണ ഭരണിയിൽ വരണമെങ്കിൽ വർക്ക് കൂടുതലാണ്. അതിനെ ഇടിച്ച് ഇന്നത്തെ പോലെ കൊണ്ട് യന്ത്രത്തിനകത്ത് ഇട്ട് പിഴിഞ്ഞെടുക്കുന്ന പരിപാടിയൊന്നും അന്നില്ലല്ലോ. ഇടിച്ച് തന്നെ എണ്ണ എടുക്കണം. നല്ല പണിയുണ്ട്, മണിക്കൂറുകളുള്ള പണിയുണ്ട്. അതുകൊണ്ട് തന്നെ അന്നൊന്നും കൊളസ്ട്രോളും ഷുഗറും ഇല്ല എന്നാണ് എൻ്റെ വിചാരം. പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടുന്നുമില്ല, പോട്ടെ.
അപ്പോൾ ഈ വന്നവൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ കസേര എടുക്കാൻ കുറേ പേരുണ്ടാവും, മെത്ത എടുത്തുകൊണ്ട് പോകാൻ കുറേ പേരുണ്ട്, കട്ടിലെടുത്തുകൊണ്ട് പോകും. എടാ, അതിനേക്കാൾ പാടാടാ എണ്ണ അടിച്ചുണ്ടാക്കാൻ. എണ്ണ എന്താ എടുക്കാത്തേ? എണ്ണ ആർക്കും വേണ്ടേ? ആദ്യം എടുക്കുന്ന എണ്ണയല്ലേ എടുക്കുക. ഏറ്റവും കൂടുതൽ പണിപ്പെടുന്ന സാധനമാണിത്, ഇതെടുക്കാൻ. പക്ഷെ അവിടെയും ദൈവം ഒന്ന് ഒളിപ്പിച്ചു വെച്ചു. എത്ര ഇല്ലായ്മ എന്ന് പറഞ്ഞാലും, എത്ര ഇല്ല എന്ന് പറഞ്ഞാലും കുഞ്ഞ്, നിനക്ക് ദൈവം ഒരു താക്കോൽ ദ്വാരം പോലെയുള്ള ഒരു പഴുത് നിനക്ക് പുറത്തു വരാൻ ദൈവം ഇട്ടിട്ടുണ്ട്. പ്രവാചകൻ ചോദിച്ചു, മോളെ നിൻ്റെ വീട്ടിൽ എന്തുണ്ടടി? ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നും ഇല്ല എൻ്റെ വീട്ടിൽ. ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ വീട്ടിൽ വേറെ ഒന്നുമില്ല. ഉള്ളതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഉള്ളതിനകത്ത് നിന്നെ തൃപ്തിയോടെ നടത്തുന്ന ദൈവമാണ്. ഉള്ളതിനകത്തുനിന്ന് ദൈവം വർധനവ് നൽകുന്ന ദൈവമാണ്. ആ ഒരു ഭരണി എണ്ണയെ പ്രവാചകൻ പറഞ്ഞ തരത്തിൽ, ഞാനതിനെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പറഞ്ഞ തരത്തിൽ കടം വാങ്ങിയ പാത്രങ്ങൾക്കകത്ത് പകരുവാൻ തുടങ്ങിയ ആ സ്ത്രീയുടെ ജീവിതം മാറിയതുപോലെ, പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്റെ ജീവിതത്തിൽ എണ്ണ അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ എണ്ണ നീ വ്യാപാരം ചെയ്യാൻ തുടങ്ങുക. ദൈവം നിന്റെ ജീവിതത്തെ മാറ്റും. ദൈവമുള്ളവന് അത്ഭുതമുണ്ട്, ദൈവമുള്ളവന് വിടുതലുണ്ട്, ദൈവമുള്ളവന് സമാധാനമുണ്ട്. നമ്മുടെ ചുമതല എന്താ? നമ്മുടെ ചുമതല ഇത് തിരിച്ചറിയുക എന്നുള്ളതും തിരിച്ചറിഞ്ഞതിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. ഇന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ എന്നെ കാണുന്ന, കടം കൊണ്ടൊരു നിവൃത്തിയില്ലാത്ത അനുഭവത്തിൽ എന്നെ കാണുന്ന, സമ്പത്ത് നിങ്ങളെ ഭരിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ, ഇല്ലായ്മ നിങ്ങളെ ഭരിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയുക, നിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും, നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ആമേൻ. ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ ആ മനോഭാവം, ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ മനസ്സിലാക്കിയ ആ ഒരു തലം, പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ മനസ്സിലാക്കിയ ആ ഒരു റെവലേഷൻ, ഒരു ഭരണി എണ്ണ കൊണ്ട് കടം വാങ്ങിയ ഭരണിക്കകത്ത് ഞാൻ ഇനി എന്ത് നിറയ്ക്കാനെന്നുള്ള ആ ഒരു അവിശ്വാസത്തിൽ പോകാതെ അവർ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നത്, അവരെന്ത് കേട്ടു എന്നവരാദ്യം മനസ്സിലാക്കി. അവരെന്ത് കേട്ടു അതവരാദ്യം മനസ്സിലാക്കി. അവരെ എന്ത് ചെയ്യാൻ വിളിച്ചിരിക്കുന്നു എന്ന് രണ്ടാമത് അവർ മനസ്സിലാക്കി. അവർ ചെയ്താൽ ഇനി എന്താകാൻ പോകുന്നു എന്ന് മൂന്നാമത് മനസ്സിലാക്കി. ദൈവം ഇന്ന് നിന്നെ വിളിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നു. നിന്നെ ഇന്ന് ദൈവം കേൾപ്പിക്കേണ്ടതെല്ലാം കേൾപ്പിച്ചു. ഇനി നിന്നെ എന്ത് ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നീ അറിയണം. അത് ചെയ്താൽ നീ എന്തായിത്തീരുമെന്ന് നീ മൂന്നാമതറിയണം. നിൻ്റെ ജീവിതം മാറും, നിങ്ങളുടെ ലൈഫ് മാറും, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ലൈഫ് മാറും. അവനിൽ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ പ്രത്യാശയുള്ളൊരു ജീവിതമാക്കി മാറ്റാൻ പോകും. ആ പ്രത്യാശയാണ് നഷ്ടപ്പെട്ട ആ സ്ത്രീയുടെ ലൈഫിൽ നിന്ന് പ്രത്യാശ നഷ്ടപ്പെട്ടു എന്ന് പറയാം. പ്രത്യാശ നഷ്ടപ്പെട്ടെങ്കിൽ ഏതോ ഒരു കോണിൽ ഇവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നും പ്രവാചക ശബ്ദത്തിലൂടെ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. പ്രൊഫറ്റിക്കിന് അങ്ങനൊരു പവറുണ്ട്. ലിബ്രറ്റ ശഖ പ്രഹോഷസ്. നിങ്ങൾ പറഞ്ഞ എൻ്റെ കയ്യിലുള്ളതിനെ ദൈവം വർദ്ധിപ്പിക്കും. കർത്താവ്, എൻ്റെ കയ്യിലുള്ളതിനെ ദൈവം വർദ്ധിപ്പിക്കും, അത് മൾട്ടിപ്ലൈ ചെയ്യും. എനിക്ക് ദൈവം തന്നിട്ടുള്ള കൃപയെ ദൈവം വർദ്ധിപ്പിക്കും. എത്ര പേര് പറയും എനിക്ക് ദൈവം തന്നിട്ടുള്ള കൃപയെ വർദ്ധിപ്പിക്കും? കാരണം എന്നാണെന്നറിയാമോ? യേശുവിനെ നമുക്ക് തന്ന ദൈവം, പിതാവായ ദൈവം, അവനോടുകൂടെ നമുക്ക് സകലവും തരാതിരിക്കുമോ? അതാ വചനം. അവനോടുകൂടെ നമുക്ക് സകലവും തരാതിരിക്കുമോ? എന്നാൽ തരാതിരിക്കുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കൈകളിലേക്ക് വരാതെ വണ്ണം തടയുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, ദൈവ മക്കളായിരിക്കുന്നവർക്ക് ആ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. പ്രവാചകന്റെ ശബ്ദം കേട്ട് അവൾ വീടിനകത്ത് വന്ന് ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ ശാസിച്ചു പുറത്തിറക്കി.
In the name of Jesus, ഇന്ന് ഭവനങ്ങൾക്കകത്ത് വാഴുന്ന ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ ആത്മാവ് തകർത്ത് കളയട്ടെ. ഇന്ന് വ്യക്തികളെ കാർന്നു പിടിക്കുന്ന സകല ദാരിദ്ര്യത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. In the name of Jesus. അവൾ എന്താ ചെയ്തേ? അവളുടെ ഇല്ലായ്മയിൽ അവൾക്ക് പാത്രം കടം കൊടുത്ത വെറും പാത്രം കടം കൊടുത്തവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടായപ്പോൾ പാത്രത്തിനകത്ത് എണ്ണ പകർന്നു കൊടുത്തു. പ്രിയപ്പെട്ട സുഹൃത്തേ, നിന്റെ ജീവിതത്തിൽ ഇല്ലായ്മയുടെ ഘട്ടത്തിൽ നിന്നെ ഹെൽപ്പ് ചെയ്തവരെ നീ ഓർക്കണം. നിന്റെ ജീവിതത്തിൽ ഒന്നും അല്ലാത്ത സമയത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നിങ്ങൾ ഓർക്കണം. ജീവിതത്തിൽ ഒരു നന്മ, ഒരു നിറവിൻ്റെ അനുഭവം നിങ്ങൾക്ക് വരുമ്പോൾ, നിങ്ങൾക്കില്ലാത്ത സമയത്ത് നിങ്ങളെ എന്തെങ്കിലും തന്ന് ഹെൽപ്പ് ചെയ്തവർക്ക് മടക്കി കൊടുക്കണം. ചേച്ചി വെറും പാത്രമല്ലേ ചേച്ചി തന്നത്? ഇവിടെ മുറ്റത്ത് വെച്ചിട്ടുണ്ട് വെറും പാത്രം എന്നും പറഞ്ഞ് വെച്ചിട്ട് പോകുന്ന നന്ദിയില്ലാത്തവരാകരുത് ദൈവമക്കൾ. ഹല്ലേലൂയ. ആ പാത്രത്തിനകത്ത് എന്തെങ്കിലും ഒന്ന് പകരാൻ കഴിയുക. മോനെ, ശൂന്യമായിരുന്ന പാത്രങ്ങളിൽ കർത്താവ് നമുക്ക് പകർന്നില്ലേ? ശൂന്യമായിരുന്ന പാത്രങ്ങളിൽ ദൈവം പകർന്നതുകൊണ്ടല്ലേ നമ്മൾ ഈ നിറവും പുത്തനും ഒക്കെ ഉള്ളവരായി മാറിയത്. അതുപോലെ കാണിക്കാനാ ദൈവം നമ്മളോട് പറഞ്ഞേ. എന്തിയത്? അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, അവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ. നിർമ്മലതയുടെ കാര്യം പറയുവാണെങ്കിൽ അങ്ങനെ തന്നെ, ഇനി മറ്റെന്താണെങ്കിലും അങ്ങനെ തന്നെ. കർത്താവിൻ്റെ മുമ്പിൽ വന്നവരെ വെറും വയറോടെയോ ഒട്ടി വയറോടെയോ വിശപ്പോടെയോ യേശു മടക്കി വിട്ടില്ല. അവരെ നിറച്ചു വിടണം. നിന്റെ അരികിൽ വരുന്നവനെ മനപ്രയാസത്തിൽ നിറച്ചു വിടണമെന്നല്ല, കുറെ വേദനയും ഇല്ലായ്മയും പറഞ്ഞ് നിറച്ചു വിടണമെന്നല്ല. നിന്റെ അടുത്ത് വരുന്നവനെ, കർത്താവിൻ്റെ അടുത്ത് ഒരുവൻ വന്നാൽ എങ്ങനെയായിരിക്കും അങ്ങനെ അവൻ പോകണം. പൗലോസിന് ശൂലത്തിന്റെ വേദനയുള്ളപ്പോഴും പൗലോസിന്റെ അടുത്ത് വരുന്നവന് സൗഖ്യമാണ്. ആമേൻ. പൗലോസിന് കഷ്ടതയുണ്ടെങ്കിൽ പൗലോസിന്റെ അടുത്ത് വരുന്നവന് സമ്പന്നതയാ. പൗലോസിന് പോരാട്ടം ഉണ്ടെങ്കിൽ പൗലോസിന്റെ അടുത്ത് വരുന്നവന് പോരാട്ടങ്ങളിൽ നിന്ന് വിടുതല. ഇതെങ്ങനെ കിട്ടി ശുശ്രൂഷ? ഹല്ലേലൂയ. നിന്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തി മുറിവേറ്റാ വരുന്നെങ്കിൽ അവൻ ആ സെക്കൻഡ് മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട് പൊക്കോന്ന് പറയണം. അവൻ ഹീലായി പോകണം. അതാണ് ഗിഫ്റ്റിന്റെ പ്രവൃത്തി. ചുമതലയാ നമ്മുടെ ചുമതലയാ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കണ്ണ് കർത്താവ് തുറന്നു തരട്ടെ. നമ്മുടെ കണ്ണ് കർത്താവ് തുറന്നു. ഞാനിവിടെ നിർത്തുക. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഒന്ന്, ആരും സ്നേഹിക്കാനില്ലാത്ത സമയത്ത് കർത്താവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടി. ആരും അല്ലാതിരുന്ന അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അനാഥത്വം അനുഭവിച്ച സന്ദർഭത്തിൽ എനിക്ക് ദൈവ മക്കളാകുവാൻ എനിക്കൊരു അവകാശവും അധികാരവും കിട്ടി. ആ അവകാശത്തിലും അധികാരത്തിനകത്തും കർത്താവ് നിറച്ചിരുന്ന അനോയിന്റിങ്, അധികാരം, അഭിഷേകം എനിക്ക് കിട്ടി. അതോടുകൂടെ സകലത്തെയും, എന്നെ കവിയാൻ വരുന്ന സകലത്തെയും തകർക്കുവാനുള്ള ഒരു ദൈവിക അഭിഷേകം എനിക്ക് കിട്ടി. ഒരു വചനോടെ പറയണമായിരുന്നു, കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ എന്തോ വേണം? ഞാൻ പഴയ ആളുടെ പണി ചെയ്യരുത്, പഴയ ശരീരത്തിൻ്റെ പണി ചെയ്യരുത്, പഴയ ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്യരുത്. ഞാൻ എൻ്റെ പിതാവായിരിക്കുന്നത് പോലെ ആകാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു. സോ ഞാൻ അവൻ എങ്ങനെ ആയിരിക്കുന്നോ ആ അവസ്ഥയിൽ ഞാൻ ആയിരിക്കുക. ദൈവം നിൻ്റെ അവസ്ഥകളെ മാറ്റും, ട്രാൻസ്ഫോം ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ ലൈഫ് ട്രാൻസ്ഫോം ആയോ? പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ ലൈഫ് ട്രാൻസ്ഫോം സെക്കൻഡുകൾ കൊണ്ട്. ആ ശബ്ദത്തിന് അവൾ മൂവ് ചെയ്തതും ലൈഫ്, ആ ശബ്ദവും കേട്ടവൾ വീട്ടിൽ കയറിയതും ദാരിദ്ര്യത്തിൻ്റെ ആത്മാവ് പൂട്ടി. ആ ശബ്ദവും കേട്ടവൾ ആമേൻ പറഞ്ഞ് വീട്ടിൽ കാല് വെച്ചു, വീടിനെ കെട്ടുപൊട്ടി. അവൾക്ക് പിള്ളേരെയും കിട്ടി. അവളുടെ വീടിനകത്ത് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തു ഞാൻ വിശ്വസിക്കുന്നു. കടം തീർന്നാൽ പിന്നെ എല്ലാം വരവാണല്ലോ. കടമുള്ളപ്പോഴല്ലേ വരുന്നതെല്ലാം ചെലവ്. പക്ഷെ കടം തീർന്നാൽ പിന്നെ ഉള്ളതെല്ലാം വരവാണല്ലോ. 50 വന്നാലും 5000 വന്നാലും വരവാണല്ലോ. ഹോ ഹല്ലേലൂയ. ഇന്ന് നീ അങ്ങനത്തെ അവസ്ഥയിലാണോ കേട്ടോണ്ടിരിക്കുന്നത്?
നീ ഈ ദൂത് കേട്ട് വീട്ടിൽ കാല് വെക്കുമ്പോൾ തന്നെ, നീ ഈ ദൈവശബ്ദം കേട്ട് വീടിനകത്ത് ആരാധിക്കുമ്പോൾ തന്നെ കെട്ടുപൊട്ടും. ആമേൻ, ഹല്ലേലൂയ. വീടിനകത്തുള്ള സകലതും എടുത്തുകൊണ്ട് പോയി കാണും, നിന്റെ ജീവിതത്തിലെ സകലം എടുത്തുകൊണ്ട് പോയി കാണും. പക്ഷെ അഭിഷേകവും ദൈവവുമായിട്ടുള്ള ബന്ധവും ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. നിന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. അഭിഷേകവും വീടിനകത്ത്, ആമേൻ, അഭിഷേകവും ദൈവം നിനക്ക് തന്ന സ്നേഹവും ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. നീ അതിനകത്ത് ഉറച്ചു നിന്ന് ആ വീട്ടിൽ നിന്ന് ആരാധിക്കുമെങ്കിൽ വീടിനകത്തെ അവസ്ഥകളെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. വീടിനകത്തെ അവസ്ഥകളെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു മോഡലായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ സഭയിൽ നിങ്ങളൊരു മോഡലായി മാറും യേശുവിൻ്റെ നാമത്തിൽ. റൗഫാബ ഷഠലബ. പ്രവാചക ശിഷ്യന്മാരിൽ ഭാര്യയുടെ അവളുടെ അവസ്ഥ മാറിയത് അവളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ദൈവശക്തിയിലാണ്. അവൾ വിശ്വസിച്ച ദൈവശബ്ദത്തിനകത്താണ്, മറ്റൊന്നുമില്ല. അവൾ വിശ്വസിച്ച ദൈവശബ്ദം അവളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്ത, അവളുടെ ലൈഫിനെ നേരെ തിരിച്ച ദൈവത്തിൻ്റെ ശക്തി. അത് നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കമോൺ, പ്രാർത്ഥിച്ചേ. എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി എന്നിലേക്ക് വരുമാറാകട്ടെ. എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി, എൻ്റെ ജീവിതത്തെ മാറ്റുന്ന ദൈവത്തിൻ്റെ ശക്തി, എന്നെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, എന്നെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. വെൽക്കം ചെയ്തേ, വെൽക്കം ചെയ്തേ, വെൽക്കം ചെയ്തേ. ആ സാന്നിധ്യത്തെ വെൽക്കം ചെയ്തേ. റഖമസി ശഖതബഹസ്. നിരാശ മാറട്ടെ, എല്ലാ ഒറ്റപ്പെടലും മാറട്ടെ, എല്ലാ നിന്ദയുടെ അവസ്ഥകൾ മാറട്ടെ, മാനസിക മുറിവുകൾ മാറട്ടെ, വേദന മാറട്ടെ, സങ്കടം മാറട്ടെ, ഞെരുക്കം മാറട്ടെ. കാരണം കർത്താവ് നമുക്ക് തന്ന സ്നേഹത്തിനകത്ത്, കർത്താവ് നമുക്ക് തന്ന സ്നേഹത്തിനകത്ത് ഒറ്റപ്പെടൽ മാറുന്നു, അനാഥത്വം മാറുന്നു, അവകാശം വരുന്നു. ഇതെല്ലാം ആ സ്നേഹത്തിനകത്തുണ്ട്. See what kind of love Father has given to us. കാൺമീൻ, ഏത് തരത്തിലുള്ള സ്നേഹമാ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. ഏത് തരത്തിലുള്ള സ്നേഹമാ? ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരത്തിന്റെ സ്നേഹം. കാരണം ആ ഭൂതം നിന്നെ അലട്ടിക്കൂടാ. സർപ്പങ്ങളെ പിടിച്ചെടുക്കാനുള്ള അധികാരം, ആ സർപ്പം നിന്നെ കൊത്തിക്കൂടാ. രാജ്യങ്ങളെ പിടിച്ചടക്കാനുള്ള അധികാരം, ആ രാജ്യത്തിന്റെ നിയമം നിന്നെ തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, നിന്നെ ഉപദ്രവിച്ചുകൂടാ. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം! മരണകരമായ എന്തൊന്നു കുടിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല. എന്തൊരു സ്നേഹം! നിന്റെ ഉദരത്തെ പോലും പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹം. Come on, നിനക്ക് തിരിച്ചു സ്നേഹിക്കാൻ പറ്റുമോ? എത്രയോ പേരെ തിരിച്ചു കിട്ടാതെ നീ സ്നേഹിച്ചു. ഈ സ്നേഹം ഞാൻ അറിയുന്നത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. He is faithful. കർത്താവിന്റെ സ്നേഹത്തിനകത്ത് വ്യാജമില്ല, വാശിയില്ല, ഗർവമില്ല, ചീർക്കലില്ല. ഇതൊക്കെ നമുക്കേ ഉള്ളൂ. കർത്താദി കർത്താവേ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഒന്നുകൂടെ പാടിയേ. ക്രിസ്തീയ ജീവിതം
സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തയേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തയേശു നായകൻ കൂട്ടാളിയാണേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ഓ എൻ്റെ യേശുവേ, എത്ര നല്ല കർത്താവ്, എത്ര നല്ല സ്നേഹം, എത്ര നല്ല നായകൻ, എത്ര നല്ല ദൈവം, എത്ര നല്ല സ്നേഹം. യേശുവേ എന്ന് വിളിക്കാൻ മനസ്സുള്ളവർ ഈ സെക്കൻഡിൽ നീ മൗനമായിട്ടിരിക്കത്തില്ല. ഈ ശക്തി നിന്നെ സ്വതന്ത്രമാക്കുവാൻ പുറപ്പെടുന്നു. ഈ സ്നേഹം നിന്നെ ചുറ്റിപ്പിടിക്കുന്നു. ഈ സ്നേഹം നിന്നെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ മൂടാൻ ശ്രമിക്കുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ കരിഞ്ഞു മാറും. Power of God in Tenianto, Etelnoniam Satoriantema, in the realm of God, in the realm of God, in the realm of God. യേശുവിന്റെ നാമത്തിൽ ആ സ്നേഹത്തിന്റെ ശക്തി ഞങ്ങളിൽ റിലീസ് ആകട്ടെ. ആ സ്നേഹത്തിന്റെ ശക്തി ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ റിലീസ് ആകട്ടെ. ആ ദൈവ സ്നേഹത്തിന്റെ ശക്തി ഞങ്ങളുടെ കൂട്ടായ്മയിൽ റിലീസ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൂമിൽ കാണുന്നവർ, യൂട്യൂബിൽ കാണുന്നവരുടെ ലൈഫിൽ യേശുവിന്റെ നാമത്തിൽ ഈ സ്നേഹത്തിന്റെ ശക്തി റിലീസ് ആകട്ടെ, റിലീസ് ആകട്ടെ. റാഖോമോ ശതേരിയ അന്തലരബ ഹോളി സ്പിരിറ്റ് ഇൻ ദ പവർ ഓഫ് നെയിം എക്കോനി അന്തശക്തേരിയ യോകോമന തേമാലിയ. ഇതിനകത്തുള്ള അനോയിന്റിംഗ് വർദ്ധിക്കട്ടെ, അഭിഷേകം വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിടുതലുകൾ സംഭവിക്കട്ടെ. എല്ലാ ബ്ലോക്കായി കിടക്കുന്നതും റിലീസ് ആകട്ടെ. എല്ലാ വാഗ്ദത്തത്തെ തടയുന്നത് റിലീസ് ആകട്ടെ. സൗഖ്യത്തെ തടയുന്നത് ഇപ്പോൾ തന്നെ ബ്രേക്കായി റിലീസ് ആകട്ടെ. എല്ലാ സൗഖ്യങ്ങൾ റിലീസ് ആകട്ടെ. അത്ഭുതങ്ങൾ റിലീസ് ആകട്ടെ. അഭിഷേകം റിലീസ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൃപകൾ റിലീസ് ആകട്ടെ. വിടുതലുകൾ റിലീസ് ആകട്ടെ. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുന്ന മഹാസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുന്ന മഹാസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മഹത്വത്തിന്റെ തീ ഞങ്ങളുടെ മേൽ കത്തുന്നതിനായി സ്തോത്രം. അവിടുത്തെ അഭിഷേകം ഞങ്ങളെ തൊടുന്നതിനായി സ്തോത്രം. സ്വർഗീയ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക്. കൂടി വന്ന സകല ജനത്തെയും ഞാൻ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ ദൈവത്തിൻ്റെ കൃപയിൽ ഈ പ്ലാറ്റ്ഫോമിൽ നടന്നു വരുന്നു. കണ്ടിന്യൂസ് ആയി നടക്കുന്ന ഈ മീറ്റിങ്ങിൽ, റെഗുലറായിട്ട് നടക്കുന്ന ഈ മീറ്റിങ്ങിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. യൂട്യൂബിലാണെങ്കിലും സൂമിലാണെങ്കിലും നിങ്ങൾക്ക് ദിവസവും 2 നേരവും ദൈവവചനം കേൾക്കാനുള്ള അവസരമുണ്ട്. കൂടാതെ ഞങ്ങൾക്ക് 41 days താങ്ക്സ് പ്രയറിൻ്റെ ഒരവസരം കൂടെ കർത്താവ് ഒരുക്കുന്നു. വരും ദിവസങ്ങളിൽ അതിൻ്റെ അനൗൺസ്മെൻറ്റുകളും ഉണ്ടാവും. ദയവായി നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേ നമ്പറിൽ തന്നെ വാട്സാപ്പിലൂടെയോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ ടെസ്റ്റിമണിയും ഒക്കെ ഞങ്ങളെ അറിയിക്കാം. നിങ്ങൾ അറിയിക്കാറുണ്ട്. ടെസ്റ്റിമണീസൊക്കെ അസാധാരണമായ ടെസ്റ്റിമണീസാണ് ഓരോ ദിവസവും വരുന്നത്. കർത്താവ് അത് വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സകലത്തിലും നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവ് ബ്ലസ് ചെയ്യും. നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ.